ഈ വർഷത്തെ 2026 ഞങ്ങളൊരു ബോയ്സ് ട്രിപ്പ് വെക്കുകയാണ്. ഞങ്ങൾ കാർലയിലെ എല്ലർട്ടൺ ക്രോഫ്റ്റ് എന്ന് പറഞ്ഞ കോട്ടേജിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു 2 നൈറ്റ് ഫുൾ പാക്കാണോ? നമ്മളങ്ങനെ നമ്മുടെ ഫാം ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 വണ്ടിയിലാന്ന് പറഞ്ഞത്. പൊളിക്കും. ഇത് വേറെ ലെവല് കിച്ചൺ വിശാലമായിട്ടുള്ള ഷോ. അടിപൊളി കിച്ചൺ നമ്മുടെ സൈച്ചാന്റെ നിശ്ചയിച്ച് ഞങ്ങൾക്ക് അച്ചപ്പം ഉണ്ടാക്കി തന്നിട്ടാണ് കഴിക്കാൻ വേണ്ടിട്ട്. നല്ല അച്ചപ്പാണ്. പിന്നെ ഞങ്ങൾ സാധനങ്ങളെ കൊണ്ട് ഇറക്കി. ഇതിപ്പം ഞങ്ങളെ മറ്റേ കുടി ഉള്ള ഇതാണത്. ഇന്നത്തെ ഞങ്ങളെ മെയിൻ സാധനം ജൂറയാണ്. അതെ അതെ. ബോയ്സ് ട്രിപ്പിന്റെ 2ാമത്തെ വർഷം നമ്മുടെ ഉദ്ഘാടനം ഇന്ന് നടക്കാണ്. അപ്പൊ നമ്മള് 2 പേര് മിസ്സായി. എന്നാലും കുഴപ്പമില്ല, നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. അപ്പൊ സൈച്ചേട്ടന് നമ്മുടെ ഈ 2ാമത്തെ വാർഷികം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ പൈനാപ്പിൾ കുറിച്ചാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സൈപ്പാപ്പനെ കഴിഞ്ഞ വർഷം നമ്മൾ 2025 ബോയ്സ് ട്രിപ്പ് നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ 2026 നമ്മുടെ ബോയ്സിന്റെ ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആകർഷണമായി കാണുന്നില്ല. ഇന്ന് നമ്മള് വന്നു. ഉച്ചയ്ക്ക് 1:30 അവിടെ പോന്നു. ഇവിടെ നമ്മളൊരു 4 മണിക്ക് എത്തി. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി 2:30 അടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം കപ്പ വേവിക്കുന്നു. വേവിച്ചു കൊണ്ടിട്ടുണ്ട്. ചൂടാക്കുന്നു, മിക്സ് ചെയ്യുന്നു, ആഘോഷപൂർവ്വം അത് കഴിക്കുന്നു. സന്തോഷമായിട്ട്. അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ഞായറാഴ്ച രാവിലെ ചിക്കൻ ഗ്രില്ല് ചെയ്തത്, പിന്നെ പന്നി, പിന്നെ മീനുണ്ട്. മീൻ പൊള്ളിച്ച മീൻ, ഇതെല്ലാം നമ്മള് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നേ. പിന്നെ നടക്കാൻ പോക്ക്, ചീട്ടുകളി, പിന്നെ ഗാനമേള, പിന്നെ പുറത്ത് ഹോട്ട് ടബ് ഉണ്ട്. അതിനകത്ത് ഞങ്ങള് പോയി ഒരു 1 മണിക്കൂറെങ്കിലും ഒന്ന് കിടക്കും. വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഞാനും സൈബാബിനും കൂടി ഈ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ കപ്പ ഇറച്ചിക്ക് വേണ്ടിട്ട് മേളിലിങ്ങനെ വരാൻ വേണ്ടിട്ട് ഒരു കോഴി കടക്ക് പുറത്ത് അപ്പൊ ഇത് നമ്മള് എല്ലാ മസാലയെ പറ്റി, സ്പെഷ്യൽ മസാല പറ്റി നമ്മൾ എന്ത് ചെയ്യാനാണ്, നമ്മളിപ്പോ ഓവനിൽ വെക്കാനാണ്. നല്ല നാടൻ വാഴ ഇലയില് മസാല തേച്ച് കപ്പ കുത്തിപ്പൊരിയാണ് ഉണ്ടാക്കണേ. അത് ഇത്തിരി എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് നമ്മളത് ചൂടാക്കുന്നു. ഇഡ്ഡലി ചൂടാക്കുന്നു. എന്നിട്ട്
ചെയ്തെടുക്കാണ്. ഇപ്പൊ ചെറിയ കപ്പ നമ്മൾ മഞ്ഞളിട്ട് ചെയ്തതാണ്. കപ്പ ഒന്ന് ചൂടാക്കണം. കപ്പ സൈഡിലേക്ക് വെച്ചിട്ട് 2 മുട്ട പൊട്ടിച്ച് ചെയ്യുന്നതിലാണ്. ഓക്കെ, 2 മുട്ട. 2 മുട്ടയില് കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പിടുക. ഭയമുണ്ട്. മുട്ട വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ഇവിടെ അതിനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സാധാരണ സ്റ്റീൽ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് മറ്റേ മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇതിനകത്ത് മുളക് പൊടി മാത്രമേ ഉള്ളൂ. ഇത്തിരി ഇത് ഇടും. മല്ലിയില വേണമെങ്കിൽ ഇച്ചിരി മല്ലിയില ഇട്ടൊന്ന്. മുളക് വേണ്ട, അതിനകത്ത് ഓൾറെഡി ഇതുണ്ട്. മുളക് ഒരു ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യും. താങ്ക് യു. കപ്പ കുത്തിപ്പൊരിച്ചല്ലേ? നമ്മുടെ കോട്ടേജ് ഞങ്ങൾ രാവിലെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ടീമുകളെല്ലാം രാവിലെ നടക്കാൻ പോകാനുള്ള പരിപാടിയാണ്. അവിടുത്തെ ഈ ഫാമിന്റെ ഓണറുടെ വീടും ഫാമും ഒക്കെയാണ് കാണുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന കോട്ടേജ്. അടിപൊളിയാണ്. അതേ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ് കേട്ടോ, നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഇതൊരു ചെറിയൊരു തോടാണ്, ചെറിയൊരു തോട്. ഇവിടെ ഒന്നും ഒരാൾ പോലും ഇല്ല കേട്ടോ, എല്ലാം വിജനമായിട്ട് കിടക്കുക. ജോർജ്, ഇതന്നെ സംഭവം. കുതിരകൾക്ക് കുടിക്കാനുള്ള കുതിരയ്ക്ക് വെള്ളം കുടിക്കുന്നത്. ഇതെനിക്കൊന്ന് ആടുകളൊക്കെ കയറി കിടക്കുന്ന ഷെഡാന്ന് തോന്നുന്നു.
ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ. എല്ലാം നമ്മളിപ്പോ എല്ലാം കെട്ടിയിട്ടാണ് റെഡിയായി. നല്ല സ്റ്റേ ആയിരുന്നു, നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഇലക്ട്രിക് ഡോക്ടറെ 2 ദിവസത്തെ നൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സന്തോഷമായിട്ട് തിരിച്ചു പോകണം. നല്ലൊരു സ്റ്റേ ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.